ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. എന്താ ഗൈസ്, സുഖല്ലേ? നമ്മുടെ അൽഹംദുലില്ലാ സുഖമായിട്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പം ഞാൻ പുറത്ത് പോകുന്ന നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു ഫാമിലോട്ട് പോവാണ്, കിക്കേറ്റി ഫാം. അത് ക്ലോസ് ആവാൻ കുറച്ച് ടൈം കൂടിയുള്ളൂ, ഹാഴ്സും കൂടിയുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ എത്തണം. അവിടെ എത്തി കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വ്ളോഗ് എടുക്കണമായിരിക്കും. എന്തായാലും എടുക്കും അപ്പോൾ പോട്ടെ. ഓക്കെ, സോ ലാസ്റ്റ് ടൈം നമ്മളിപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ലാവൻഡറിൻ്റെ അവിടെ പോയില്ലേ, പക്ഷെ അത് സമ്മർ കാരണം നല്ല എന്താ പറയുക അത്ര പൂത്ത് നിൽക്കുന്നില്ലായിരുന്നു. ജസ്റ്റ് ചില ഭാഗത്തൊക്കെ നല്ല കരിഞ്ഞ ഡ്രൈ ആയി പോയാലുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് നല്ല പൂത്തുന്ന ടൈമിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി അവിടെ പോകണതായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സോ ഇപ്പം നമ്മൾ കിക്കേറ്റ് ഫാം പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തൊക്കെ അവിടുത്തെ വിശേഷം എന്ന് കാണാം. ഓക്കെ, ഗൈസ് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. നടക്കാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ഫാം വൈനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ നമ്മളുടെ വൈൻ ഫാമിൻ്റെ ഏരിയയാണ്. കണ്ടോ, വിന്റേജ് കാർ. സോ ഗൈസ് നമ്മൾ ഇതാ നമ്മളുടെ കിക്കേറ്റി ഫാമിലോട്ട് കടന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇത് നമ്മുടെ അത്തിപ്പഴമാണ്, കണ്ട പച്ചയാണ്, പക്ഷെ പറിക്കാൻ പറ്റില്ല. പറിച്ചിട്ട് എന്തിനാ, പഴുത്തിട്ടാണ് ഈ പയർക്കാറുന്നത്. ഫിഫ വേൾഡ് കപ്പ് ഫൈനൽസ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഇതാ 11 PM ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യൂ ആയിരിക്കും എല്ലാവർക്കും. അത് അവിടെ ഒരു ബേബി ക്യൂട്ട് വൺ. അവിടെ ഫെൻസ് എല്ലാം കെട്ടിയിട്ട് കണ്ടോ, കുറേ ഫ്ലവേഴ്സ്, എല്ലാ റോസസ് ആണ്. എന്ത് ഭംഗിയേറിയ കാണാൻ, സൂപ്പർ. കറക്റ്റ് ടൈം കേട്ടോ, വെയിലും ഇല്ല, നല്ലൊരു കാറ്റും, എവറിത്തിങ് ഇസ് ഗുഡ്. ഗൈസ് ചെമ്മരിയാടാണിത്, ബേബി ഷീപ്പ്. എന്ത് ക്യൂട്ടാണ് ഇതിന് കാണാൻ. സോ ഗൈസ് ലുക്ക് അറ്റ് ദിസ്, നല്ല വ്യൂ അല്ലേ? ഇതിൻ്റെ ഒരു ക്ലോസ് അപ്പ് വിഷ്വൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ ഇന്നേം കൂടി ഇൻക്ലൂഡ് ആയിട്ട് കണ്ടോളി. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്? ഹൗ ഇസ് മൈ ഔട്ട്ഫിറ്റ്? ഡ്രസ്സല്ലേ? ഇതൊക്കെ ഓരോരോ ടൈപ്പ് റോസസ് ആട്ടോ, അടിപൊളി, നല്ല ഭംഗി. ക്യാമറ കാണുന്ന പോലെയല്ല, കണ്ണിൽ കാണാൻ ഭയങ്കര രസം. സോ ഗൈസ് ഇനി ഇവിടെ നിന്ന് പോവാണ്, ഇനി വേറെ സ്ഥലത്തേക്ക്. ഗൈസ് ഇതാരാ നോക്കൂ, എന്ത് ഭംഗിയ, സുന്ദരി, നല്ല മുടി. ഗൈസിന്റെ ഡോഡനെ പോലെ തോന്നി എനിക്ക്. കൊറേ ഉണ്ട് കേട്ടോ. എന്തായാലും കാലോട്ടൊക്കെ ഇങ്ങനെ കാണിക്കണം. എനിക്കൊന്ന് ഇന്നൊന്ന് ചവിട്ടാനാ തോന്നണം. അപ്പൊ അപ്പത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. ഗൈസിന്റെ ബാക്കിലതാ കൊറേ ഹോഴ്സ് ഉണ്ട്. കൊറേ പാപ്പു കഴിക്കണം. പാപ്പല്ല പാപ്പം. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര ഹെയർ ആയിട്ട് കണ്ട പോവാണ്. അതിൻ്റെ പേരയിലോട്ടൊക്കെ 2-3 കണ്ട നൈസാണ് സാധനം. ഇനി നമുക്ക് കറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ വൈറ്റ് ഹോഴ്സൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഈ ബ്രൗൺ ഹോഴ്സിനെ ഒരു ബ്ലാക്ക് ഹെയർ ആണുള്ളത്. ഇതിന് എവിടെ കൈയ്യതാ ഇത് ഒരാളിതാ ഹോഴ്സിനെ കൊണ്ട് പോണ്. ഇന്നെങ്ങോട്ട് നോക്കി ക്രിക്കറ്റ് റൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേക്കും. അടിപൊളി കേട്ടോ. ലൈക്ക് ചെറിയ സണ്ണും
വെയിലൊന്നുമില്ല, വെരി ഗുഡ് ക്ലൈമറ്റ്. കാരണം ഈ ടൈമിൽ വന്നുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് പോകുന്നു, ലൈക്ക് ഇത് ഇപ്പോഴത്തെ ക്ലോസ് ആകും വിചാരിച്ചു. പക്ഷെ ആയില്ല, വേഗത്തിന് എത്താൻ പറ്റി. അതാണ് ഇവിടുത്തെ കഥ. നല്ല അടിപൊളി സൺസെറ്റും എല്ലാം ഒരു സ്ക്രീനിൽ. എന്താണ്, അൽഹംദുലില്ലാ, അള്ളാൻ്റെ ക്രിയേച്ചർ അടിപൊളിയാണ് എന്തായാലും, ആസ് ഓൾവേസ്. ഈ ഹോഴ്സിനെ കൊണ്ടുവന്ന ഒരാളായിരുന്നത്, അപ്പോൾ ഓനതാ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിനാട്ടെ ഞാൻ പറഞ്ഞത്, ഇത് ബ്രൗൺ ഹോഴ്സിന് ഇത് ബ്ലാക്ക് ഹെയർ, പക്ഷെ ഭയങ്കര ക്യൂട്ടിട്ട് ഇതിനെ കാണാൻ. അതാണ് അവസ്ഥ. ലെറ്റ്സ് ഗോ. ഇത് നമ്മളെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കേട്ടോ, സൺഫ്ലവർ പോലത്തെ. ഇത് ഭംഗിയത് കാണാറിയോ? കണ്ടാ, കുതിര വണ്ടി തന്നെ തോന്നുന്നത്. ഗൈസ്, ഇപ്പോൾ ഇവിടെ എത്ര മണിയായി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ 8:30. ബട്ട് ഡസൻ ലുക്ക് ലൈക്ക് 8:30. അതൊക്കെ സ്കൈ ഇത് രാത്രിയല്ല കേട്ടോ, കറക്റ്റ് എന്താ പറയുക, പകല് പോലെ ഉണ്ട്, സൂപ്പർ ടൈം. ഇതിപ്പോൾ ഞാൻ വേറെ ഏരിയക്ക് പോവാണ്. നല്ല പീസ്ഫുള്ളാട്ടോ, കാരണം ഇവിടെ കുറേ ആൾക്കാർ നടക്കാനും ഒക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര റിലാക്സ് ചെയ്യാനൊക്കെ വരാൻ പറ്റിയ ഏരിയ. നമ്മുടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, സാറ്റർഡേ സൺഡേസിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഡേയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കാനൊക്കെ വന്നാൽ സെറ്റായിരിക്കും. കുറച്ച് ദൂരമുണ്ട്, പക്ഷെ ദൂരം നോക്കണം. പക്ഷെ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താൻ പോണ സ്ഥലം അടിപൊളിയാണ്. നല്ല റിലാക്സിങ് മോഡാണ്. ഒരു സ്വിച്ച് ഇട്ട പോലെ ഓണാവും. നൈസുണ്ട്. അവിടെ ഒരു സൗണ്ട് പോലില്ല, കണ്ടില്ലേ? ഒരു അണ്ടിക്കീരിൻ്റെ സൗണ്ടല്ല, അത് വേറൊരു സൗണ്ടില്ല. പക്ഷെ നേരത്തെ ഒക്കെ ഒരു കിളീൻ്റെ സൗണ്ട് ആയിരുന്നു കേട്ടോ. സോ ഗൈസ്, ഇനി നമ്മൾ വേറെ ഒരു ഏരിയ പോവാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. നൈസാണ് സാധനം. ഇതാ ഗൈസ് ജോർജിയൻ പശു. കണ്ടാ, പാവ സുഖ നിദ്രയിലൂടെ ഇരിക്കുന്നു. ഇത്ര നേരം നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും അറ്റൻഷൻ പോലെ ഇരുന്നു. നല്ല കാറ്റും നല്ലൊരു പീസ്ഫുൾ. കണ്ടാ, ഫാമിലീസൊക്കെ ഉണ്ട് ബാക്കിൽ. ഒരൊക്കെ എൻജോയ് ചെയ്യാൻ വന്നതാ. മേമ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ മേമക്ക് ഡെഡിക്കേറ്റ് ചെയ്തു ഈ പൂക്കളൊക്കെ. ആൻഡ് ഓൾസോ ഉമ്മച്ചി. നമ്മളെ പേരയിൽ ഇങ്ങനെ വെക്കാം ഗൈസ്. ഓക്കെ, അടിപൊളി ഫുൾ റോസസ്. അത് ഇതാ ഈ ഫെൻസിലൊക്കെ ഇങ്ങനെ റോസസ് ഇങ്ങനെ പിടിപ്പിച്ചിക്കുക. എന്ത് ഭംഗി അറിയോ? മണമൊന്നുമില്ല, ഉണ്ട്. ചെറുതായിട്ട് മണമുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ കൂടി ഇങ്ങനെ. ഗൈസ്, പിങ്ക് കളർ റോസ്. അതാ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ അത് പുറത്ത് കളിക്കണ റോസ്. അപ്പോൾ കുറച്ച് ലൈറ്റ് കുറഞ്ഞുകൊണ്ട് ഒരു ഇവിടെ ലൈറ്റ് കിട്ടു. കുറച്ച് ലൈറ്റ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എന്നാലും നല്ല വെളിച്ചമുണ്ട്. കണ്ടോ, ഇത്ര മാത്രം കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര വെളിച്ചമുണ്ടെന്ന്. മനസ്സിലായില്ലേ? ആ കാറ്റുണ്ടല്ലോ, അതാണ് ഹൈലൈറ്റ്. ആ കാറ്റ് കറക്റ്റ് ടൈമിനാട്ടോ വന്നത്. എനിക്കത് ആലോചിച്ചിട്ടാ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്. ഇതൊക്കെ നമ്മൾ നടന്നു വന്ന സ്ഥലങ്ങളാട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ കറങ്ങി നമ്മളൊരു വില്ലേജിലേക്ക് പോവാണ്. അവിടെ എഴുതിയിട്ടുണ്ട് വില്ലേജിന്. ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ ഒരു കാറുണ്ടോ, ഫീൽസ് ലൈക്ക് മിസ്റ്റർ ബീൻ കാർ പോലെ. ഇവിടെ മിസ്റ്റർ ബീൻ്റെ കാറല്ല, മിസ്റ്റർ ബീൻ്റെ പച്ചയാണല്ലോ. അതാണ് അവസ്ഥ. ഈ കാറ്റത്ത് പോകാൻ എന്ത് രസം പറയാ. രസം സൂപ്പർ. എന്തൊക്കെ പറയണേ ഞാൻ, എനിക്കറിയുന്നില്ല എന്താ പറയുന്നത്.
pretty little baby. പറക്കാണ് ഗൈസ്, ഞാനിത് പറക്കുക. ബാക്ക് നോക്ക് ഗൈസ്, എന്ത് ഭംഗിയാ കാണാൻ. ഉണ്ടാ ഗൈസ്, ഇതാണ് ഒരു വില്ലേജ് നിൽക്കുന്ന സ്ഥലം കേട്ടോ. കുറേ തൈക്കത്തെ പേരകളുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും എഴുതിയിട്ടുണ്ട് വില്ലേജ്. സോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മള് കണ്ട വില്ലേജിന്റെ ഫ്രണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ കണ്ട പേര് കേട്ടോ. ഞാനാണ് ഇരിക്കുന്നത്. കണ്ടോ, നൈസ്. നമുക്ക് നടക്കാം. ഇവിടെ ഒരു ലേക്കൊക്കെ പോലെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. കണ്ടാ, ഗൈസ് അവിടെ ഒരു പെരയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആൾ താമസം ഉണ്ടാവോ അറിയില്ല കേട്ടോ. പക്ഷെ അവിടെ ഒരു പെരയിൽ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടാ, ഈ പെരയിൽ കണ്ട ലൈറ്റ് ഇട്ടിക്കണേ. കണ്ടാ, ഈ വഴി ഇങ്ങനെ ചുറ്റി നമ്മള് വന്ന വഴിയിലൂടെ തന്നെ പോകും. ഈ പെരേൻ്റെ ഒക്കെ ഫ്രണ്ടിലൂടെ. അവിടെ ഹോം സ്റ്റേ ആണ്. അവിടെ നല്ല നല്ല പെരകൾ കേട്ടോ. എന്നിട്ട് ലൈറ്റെല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സിലായത് ഹോം സ്റ്റേ ആക്കിയിട്ടാണെന്ന്. അവിടെ നിന്നാണ് ഞാൻ ഈ നടന്നു വന്നത്. ഇങ്ങനെ അതായിക്കൂടെ കറങ്ങി നെറ്റിക്കൊടുത്തി. അപ്പോഴാണ് നമ്മളുടെ ഒരാളെ കാണുന്നത്. കൂടുതൽ സംസാരിക്കണ്ട, ഇനി ഇങ്ങോട്ട് തരും. പാവം പിടിച്ചിട്ടില്ല ഒരാൾ. എൻ്റെ അടുത്ത് കൂടെ പോയിട്ടോ, പക്ഷെ ഞാൻ പേടിച്ചു. എന്നിട്ട് കഴിച്ച് നമ്മൾ വന്ന വഴി ഉണ്ടാ സിക്സാക്കൊക്കെ പോലെ ഇങ്ങനെ നൈസ്. ആ ഡോഗി എൻ്റെ കൂടെ വന്നില്ല, എന്നെ പ്രൊട്ടക്ട് ചെയ്ത് വന്നതായിട്ടോ. അവിടെ ഇവിടെ വന്ന് നിന്ന് എന്നെ ഇങ്ങോട്ടാക്കി. താങ്ക് യു. ഗൈസ്, ഇതാ പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നത്, പക്ഷെ പാവട്ടോ ഒന്നും ചെയ്യില്ല. എൻ്റെ സൈഡിലൂടെ നടക്കുക. ഗൈസ്, വലിയ സംഭവം സംഭവിച്ചു. ഒരു ഇത്ര പോകുന്ന വണ്ടിൻ്റെ അടുത്ത് കൂടെ പോയി. അപ്പോൾ ഞാൻ ഈ ഫ്ലവറൊക്കെ ഇനി കളയട്ടോ. ഇനി ഈ ഫ്ലവർ കാരണം നിൻ്റെ അടുത്തേക്ക് വരണ്ട. പേടിച്ച് ഇപ്പം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട്. എന്നെന്തായാലും പോട്ടെ. ഇതാവന് ഇതാ കള്ളൻ ഗൈസ് കണ്ടാ. ഇവിടെ വൈൻ്റെ സ്ഥലം കേട്ടോ. ഇവിടെ നല്ല രസമാക്കി. ഇവിടെ റെസ്റ്റോറൻ്റ് ആണ് ഉണ്ടോ. സോ ഗൈസ്, ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ഡു ഷെയർ ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യേ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യേ. ഓക്കെ, ഇനിയും പുതിയ വീഡിയോ കാണാം. ഇനി എൻ്റെ വ്ളോഗ് ഐ ഗെസ് ഞാൻ ദുബായിലെത്തുന്ന വ്ളോഗായിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ പോകണ്ടാവില്ല. 2 ദിവസം കൂടെ ഉള്ളു ഇനി പോരെ. സോ ദുബായി പോകണ വ്ളോഗായിരിക്കും. ഈ ചങ്ങായി കണ്ടോ എൻ്റെ ബാക്കിലൂടെ പോണേ. ആ ചങ്ങായി ഇപ്പോൾ എത്രാമത്തെ റൗണ്ടാണ് എടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുറേ റൗണ്ട് എടുത്ത്. സ്റ്റാമിന നല്ല ഹെൽത്തി ആട്ടോ. കാരണം നല്ല ഏജ് ഉണ്ട്. നല്ല ഏജല്ല, ഒരു ഏജ് ഉണ്ട്. എന്നാലും കൂടിയും അയാളാ ഡെഡിക്കേഷൻ. എത്ര റൗണ്ട് അവരെ എടുത്തത്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം എത്രയോ റൗണ്ട് എടുത്ത്.